ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു വെബിനാറിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അനുദിനം കൂടുതൽ അപ്ഡേറ്റഡ് ആവുക, കൂടുതൽ സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സൗജന്യ വെബിനാറുകൾ നമ്മൾ ദിനേനയൊന്നോണം സംഘടിപ്പിക്കുന്നത്. ഇന്നലെ നമുക്ക് സെഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്ന് നമുക്ക് സെഷൻ നടക്കുന്നു. അതേപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നമുക്കുണ്ടാകും. ഗ്രൂപ്പിലൂടെ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയും. വെള്ളിയാഴ്ച നമുക്ക് സൈക്കോ തെറാപ്പിയുമായിട്ടുള്ള ഒരു സൗജന്യ സെഷൻ എല്ലാ ആഴ്ചകളിലും നടക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും 7 മണിക്ക്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നന്നായിട്ട് നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അറിയിക്കുക. ഇന്ന് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി സ്കിൽസുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്നത് അഫ്ര മാമാണ്. വിംബിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള അഫ്ര മാമാണ്. മാം മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, കേസ് ഹിസ്റ്ററി, അതേപോലെ തന്നെ DSM-നെ അധികരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസോർഡറുകൾ, ന്യൂറോ ഡെവലപ്മെന്റൽ, ബൈപ്പോളാർ, സീസോഫ്രീനിയ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസോർഡറുകളെ കുറിച്ചൊക്കെ വിമൽ അക്കാദമിയിൽ നിലവിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കൗൺസിലിംഗ് സെഷനുകൾക്ക് നേതൃത്വം വഹിക്കുന്നു. അതേപോലെ തന്നെ മാജിക് സ്റ്റെപ്സ് എന്നുള്ള ഒരു ക്ലിനിക്കിൽ നിലവിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മാം. അതേപോലെ തന്നെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ, മാമിൻ്റെ സെഷനുകൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ അടുത്ത ആഴ്ചകളിലായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. നാളെ മാമിൻ്റെ കീഴിലായിട്ടുള്ള ഒരു ന്യൂറോ ഡെവലപ്മെന്റിലെ 3 days വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി സ്കിൽസ് അല്ലേ, അപ്പോൾ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ കൊടുക്കുന്നവർ എങ്ങനെ നമുക്ക് ആ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് മാം സംസാരിക്കും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം അതിനുള്ള ആൻസറുകളൊക്കെ തരും. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ അഫ്ര മാം എൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അഫ്ര മാമിനെ ഈ ഒരു പിന്നെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാമിനെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. Okay, thank you so much. Okay, hello all, എൻ്റെ പേര് അഫ്ര. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാജിക് സ്റ്റെപ്പിൽ വർക്ക് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാര്യം, ഒരുപാട് പേരിപ്പോ പ്രൊഫഷണലി പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് വന്ന് പക്ഷെ അവരുടെ ഒരു സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പൊ ആ ഒരു പർപ്പസ് പ്രകാരം നമ്മൾ സംഘടിപ്പിച്ച ഒരു ഫ്രീ വെബിനാർ ആണ്. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിനോടും ഫൈസൽ സാറിനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. സർ ഓക്കെ ആണല്ലോ അല്ലേ? കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെയാണ്.
അപ്പോ നമ്മുടെ ഹെഡിങ് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബെറ്റർ കൗൺസിലർ ആവാം, സൈക്കോളജിസ്റ്റ് ആവാം. ഇതെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലരും എന്താ പറയാ BSc പഠിച്ച്, MSc സൈക്കോളജി പഠിച്ച്, അല്ലെങ്കിൽ കൗൺസിലിംഗ് ഡിപ്ലോമ പഠിച്ച്, സോഷ്യൽ വർക്ക് പഠിച്ച്, പക്ഷെ നമ്മളുടെ ഒരു കരിയർ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ ഗ്രാജുവേഷനും മാർക്കും എല്ലാം വേണം. അതിന്റെ കൂടെ നമ്മൾ എല്ലാവരും ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഏതെങ്കിലും ഒരു സെന്ററിൽ പോയിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ടറിലൊക്കെ പോയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് എടുക്കും. അതിലുപരി നമുക്ക് എന്തൊക്കെ നമ്മുടെ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും നമുക്കൊരു ബെറ്റർ കൗൺസിലർ ആവാന് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നുള്ളത് അല്ലെ? നമ്മൾ കപ്പിൾസിന്, അതുപോലെ ഫാമിലിക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്, ആർക്കും ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഇമോഷൻസ് ഇംപ്രൂവ് ചെയ്യാന്, ബിഹേവിയർ പ്രോബ്ലങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ടോക്ക് തെറാപ്പിയാണ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ്? എന്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അല്ലെ? എവിടേക്ക് ഇത് അപ്ലൈ ചെയ്യണം? ഇതിന്റെ ഒരു പർപ്പസ് എന്താന്നുള്ളത് നമുക്കറിയണ്ടേ? ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് നമ്മൾ പഠിച്ച സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പ് കൂടെ നമുക്ക് ഈ ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് വരുന്ന നമ്മുടെ ഒരു അതിന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക അല്ലെ? അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൗൺസിലിംഗ് കാര്യം കൊണ്ട് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന്റെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ മുമ്പിൽ വന്നിട്ട് ക്ലയന്റിന്റെ മെന്റൽ ഹെൽത്ത് നമ്മൾ ഒന്നും കൂടി വൾഗറാക്കാത്ത നല്ല രീതിയിൽ അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കോപ്പിംഗ് സ്കിൽസ് മാക്സിമം എൻഹാൻസ് ചെയ്യാൻ പറ്റണം ആ ഒരു നമ്മളിരുന്ന ഒരു കൗൺസിലിംഗ് കൊണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള സെൽഫ് അവയർനെസ് കൂട്ടാൻ പറ്റണം, അവരുടെ റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പ്രൊമോട്ട് ബിഹേവിയറൽ ചേഞ്ചസ്. പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നായിരുന്നു, ഒരു പേഷ്യന്റ് വന്നായിരുന്നു, അത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇഷ്യൂ, ഞാൻ നന്നായിട്ട് ഉപദേശിച്ചു, പക്ഷെ അവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും നമ്മളുടെ മുമ്പിൽ വരുന്നൊരു ക്ലയന്റിനോട് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനോട് കേസ് നമ്മൾ ഒരിക്കലും അവരുടെ പ്രോബ്ലംസ് ഒക്കെ കേട്ടിട്ട് ഓക്കെ നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത്രയും ദിവസം ഇങ്ങനെയല്ലേ ചെയ്ത്, ഇനി ഇങ്ങനെ ചെയ്തു നോക്ക്. ഒരിക്കലും നമ്മൾ അവിടെ ഒരു ഉപദേശമല്ല കൊടുക്കുന്നത്. എന്താണ് അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കോപ്പി സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പോയിട്ട് നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്തുണ്ട്? ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്, ഒരു പേഴ്സണ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്. ഇപ്പൊ സ്കൂൾസില് അതുപോലെ തന്നെ വർക്കിംഗ് ഏരിയാസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്തിട്ട് ഒന്നിച്ചുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ആ കപ്പിൾ പേര് വെച്ചിട്ട് ചിലപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ കപ്പിൾ കൗൺസിലിംഗ് നേരത്തെ പറഞ്ഞ പോലെ പ്രീമാരിറ്റലിന് വേണ്ടിയിട്ടും തന്നെ ഒക്കെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. കൂടുതൽ കാണുവാണെങ്കിൽ എന്താണ് ക്രിസ്ത്യൻസിനൊക്കെ അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ കിട്ടാൻ വളരെ ഭാഗ്യമുള്ളവര്. കാരണം അവരിലൊക്കെ എന്തുണ്ട്, കല്യാണത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അവർക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മാരിറ്റൽ ഇഷ്യൂ ആയിട്ട് വരുന്ന, വെറുതെ ഇഷ്യൂ ആയിട്ട് വരുന്ന കപ്പിൾസിന്, ഹസ്ബൻഡ് വൈഫിന്, അത്തരത്തിലൊക്കെ നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പ്ലേ തെറാപ്പി. ഇനി എന്തൊക്കെ സൈക്കോളജിക്കൽ ടെക്നിക്സ് ആണ് ഉള്ളത് ഉള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം CBT അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിൽ നമ്മൾ എന്താണ്, നമ്മളുടെ തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സിന്റെ പാറ്റേൺസ്, ബിഹേവിയർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CBT ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി. അതെന്താണ്, നമ്മുടെ അൺകോൺഷ്യസ് തോട്ട്സ്, അതുപോലെ ഫീലിങ്സ്, അതൊക്കെ മനസ്സിലായി അത് അതിന്റെ കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യുന്നതാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതെന്താണ്,
ഓരോ ആളുടെയും അല്ലെ നമുക്കൊരു സെൽഫ് ആക്ച്വലൈസേഷന്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എംപവർമെന്റ്, പേഴ്സണൽ ഗ്രോത്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് DBT, ഡയലക്ടൽ ബിഹേവിയർ തെറാപ്പി. അതെന്താണ് എന്താണ് കോപ്പിംഗ് സ്കിൽസിനൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ്, ബിഹേവിയേഴ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പീസിന്റെ എന്താണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മുടെ സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ സെൽഫ് അവയർനെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്ത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പീസ്. ഇത്തരത്തിലുള്ള തെറാപ്പി ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ നോർമലി സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ സെൽഫ് അവയർനെസ് കൂട്ടാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ കോപ്പിംഗ് സ്കിൽസ്, റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ നമ്മളുടെ ഒരു വെൽബീയിങ്ങിന് തന്നെ ഹെൽപ്പ് ചെയ്യും എന്ത് കൗൺസിലിംഗ്. ഇപ്പൊ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ അല്ല, നമ്മളുടെ ടോട്ടൽ വെൽബീയിങ്ങിന് ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ടും അറിയണം. ഇപ്പൊ ഇതിലുള്ളവര് മേ ബി എന്തായിരിക്കാം, സാധാരണ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ ഇല്ലാത്തവരായിരിക്കാം, ഇനി ഉള്ളവരായിരിക്കാം. രണ്ടുപേരാണെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയാണ് നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ പറയുന്നത്. എങ്ങനെ നമ്മളുടെ കൗൺസിലിംഗ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ആയി, നമ്മളതിൽ ട്രെയിനിങ്ങും കഴിഞ്ഞു. ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മൾ സെൽഫ് മോഡിഫൈ ചെയ്യണം, എത്രത്തിൽ നമ്മൾ മാറണം, നമ്മളിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണോ എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡില്, അപ്രോച്ചില് ഏതൊക്കെ തരത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വേണ്ടത് ഏതൊരു കാര്യത്തിനെ പോലെ തന്നെ അതിനൊരു ഫൗണ്ടേഷൻ വേണം അല്ലെ, അതിൻ്റെ ഒരു സ്റ്റാർട്ട് വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കണം, ഒരു എംപതറ്റിക്കൽ അപ്രോച്ച് ആവണം. ഇപ്പൊ നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ എന്നോ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പതി തോന്നാറുണ്ട് അല്ലെ. പുറത്തൊരു ഭിക്ഷക്കാരനെ കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള അസുഖമായിട്ടുള്ള ഒരാളെ കാണാം, അയ്യോ പാവല്ലേ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കാണുക. അത് നമ്മൾ സിമ്പതിയാണ്. എന്താണ് എമ്പതി? അവരുടെ അതേ ഫീലിങ്സ്, അവര് അതേ രീതിയിൽ അവരുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് എംപതറ്റിക്കൽ ഫീൽ എന്ന് പറയുന്നത്. അത്തരത്തില് ഫീലിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യുക നമ്മള് ക്ലയന്റിനെ കാണേണ്ടത്. അവരുടെ ആ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ, ഫീലിങ്സ് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് എന്ത്, നമ്മളിൽ ആദ്യം എംപതറ്റിക്കൽ ഫീൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായതാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു പെൺകൊച്ച് സൂയിസൈഡ് ചെയ്തായിരുന്നല്ലോ. അവള് കറുത്തിട്ടാണ്, അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. 19-20 വയസ്സുള്ള ഒരു പെൺകൊച്ച്. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ നമ്മൾ ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ടാ, ആള് സൈക്കോളജിസ്റ്റ് ആണ്. ഈ ക്ലാസ് അവളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതൊരു ഇൻസിഡന്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയാം. അപ്പൊ അവൾ അതിനെ കുറിച്ചിട്ടുള്ളത് അവൾ എന്തോ ഇങ്ങനെ ഭയങ്കര ഒരു മൂല്യബോധം ആ ഒരു സൂയിസൈഡ് തെറ്റാന്നുള്ള രീതിയിൽ ഇട്ടു. അപ്പൊ ഞാൻ അതിന്റെ റിപ്ലൈ ചോദിച്ചു, എടാ എന്താണ് ഈ മെസ്സേജ് ഇതിട്ട് സ്റ്റാറ്റസ് ഇട്ടിന്? അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞെന്താ, ജീവിതത്തിൽ എന്താ പറയാ ഒരു റിലീജിയസ് മൂല്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത്. വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റിന് ആ പെൺകൊച്ചിന്റെ മേല് ഫുൾ തെറ്റായ രീതിയിലാണ് അവരെന്ത് ചെയ്തത്, അവര് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല.
അവരുടെ സിറ്റുവേഷൻ അല്ലെ, ആ കുട്ടി വളർന്നു വന്ന സിറ്റുവേഷന്, അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിച്ച, ഇനി ചെറുപ്പം മുതൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന ഒരു സാഹചര്യങ്ങൾ, അത് ഫേസ് ചെയ്യുന്നതൊന്നും അത് നമ്മളല്ല. നമ്മളാണെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മളും അതുപോലെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ മുമ്പിലിരിക്കുന്നവർ ആരായിക്കോട്ടെ, അവരെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവരെ കുറിച്ചൊന്നും അറിയാതെ അവര് ജീവിക്കുന്ന ജീവിതം നമ്മൾ ജീവിച്ചാലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അതിനെ കുറിച്ച് മനസ്സിലാവുക. അപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫ് എന്ത് ചെയ്യും, ഒരാളെ ജഡ്ജ് ചെയ്യണ്ട. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ക്ലയന്റ് ഒരു വേശ്യ ആയിക്കോട്ടെ, അവര് പറയുന്ന കാര്യം, ഓ ഒരു വേശ്യയല്ലേ, അവര് പറയുന്ന കാര്യമൊക്കെ കണക്കാക്കി എടുക്കണം, ആ ഒരു രീതിയിലാവരുത് അവര് പറയുന്നത് അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത് ആരായിക്കോട്ടെ, ഒരു കൊലപാതകിയോ ഇനിയിപ്പോ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആളോ ആരോ ആയിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് അതുപോലെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഏതൊരാളാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യരുത് എന്നുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ഒരു മുമ്പിലൊരു സംശയം, എല്ലാവരും എന്നെ വിലയിരുത്തും, ഇത് വെച്ചിട്ട് ഞാൻ മോശമാണ് നല്ലതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് തോന്നുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റിന് ആ ഒരു ഫീൽ ഉണ്ടാവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ടോ വേറെ എന്തിനെ കുറിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യാതെ അവരുടെ എല്ലാ സാഹചര്യത്തെയും അക്സെപ്റ്റ് ചെയ്ത് അവർക്കൊരു സേഫ് ഫീലിംഗ് കൊടുക്കണം. ഓക്കെ. അപ്പൊ അതിന് മോസ്റ്റ് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയാൻ മടിയാണെങ്കിൽ നമ്മൾ പറയും, ഓക്കെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു ഇഷ്യൂ മാറാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാൽ പറ്റുന്ന മാക്സിമം സപ്പോർട്ടും നിങ്ങൾക്ക് തരും എന്ന് പറയാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പോസിറ്റീവ് സപ്പോർട്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ക്ലയന്റുമായിട്ട് സൂക്ഷിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് നാളെ മുതൽ എന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓക്കെ ഒരു ചെറിയ കുട്ടി വന്ന് ഞാൻ എന്നെ എന്റെ മകളായിട്ട് കാണും, അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനായിട്ടാണ് കാണുന്നത് നമുക്ക് പറയാം. ആ ഒരു രീതിയിലല്ല, ക്ലയന്റ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ റാപ്പോ അല്ലെ, നമുക്ക് ഒരു ഇപ്പോ എന്താ പറയാ പറയുവാണെങ്കിൽ, നമുക്ക് ട്രെയിനിങ്ങിന് വന്നൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഓരോ ട്രെയിനിങ് കഴിഞ്ഞ് ബാക്കി നമ്മൾ കൗൺസിലിംഗ് സ്കിൽസിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവരോടൊന്ന് ഡെമോ ഇരിക്കാൻ പറഞ്ഞപ്പോ തന്നെ ചെയറിൽ കയറി ഇരുന്ന് ഭയങ്കര ഒരു ഓക്കെ നമ്മളാണ് വലിയ ആള് എന്നുള്ള രീതിയിൽ കാലൊക്കെ കയറ്റി ഗൗരവത്തോടു കൂടി മുഖത്ത് ഇച്ചിരി പ്ലസന്റ് പോലും ഇല്ലാതെയാണ് സംസാരിച്ചത്. അങ്ങനെയല്ല, നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആളെടുത്ത് നമ്മൾ ഇച്ചിരി കൈൻഡ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യും, മോസ്റ്റ് ഓഫ് ചെറിയൊരു റാപ്പോ ബിൽഡ് ചെയ്യും. ചെറിയ രീതിയിൽ ഒന്ന് സ്മൈൽ ചെയ്ത് ഒക്കെ വിശേഷങ്ങളൊക്കെ ചെറിയ രീതിയിൽ അന്വേഷിച്ച് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്ലയന്റുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് എങ്ങനെ ഇല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് എന്ത് പറഞ്ഞു, നമ്മളുടെ ഉള്ളിൽ വേണ്ട നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മളിൽ എമ്പതി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലത്തെ തോട്ട്സാ. ഒരാളോട് റാപ്പോ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മളായിട്ട് ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത്, നമ്മളുടെ എമ്പതി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്തായി, നമ്മൾ ആ ഒരു സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ഒരു ക്ലയന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളായിട്ട് ഉള്ളിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ മൈൻഡ് സെറ്റിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്ത് തുടങ്ങും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവര് സംസാരിച്ചു തുടങ്ങി, ക്ലയന്റിന്റെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം, എങ്ങനെ നമ്മൾ സംസാരിച്ചാലാണ് അവര് നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വീട്ടുകാർ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയാവും. പക്ഷെ ഇങ്ങനെ അവരെന്ത് ചെയ്യും, സംസാരിച്ചു തുടങ്ങും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തുടങ്ങും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടത് ഫസ്റ്റ് നമ്മളൊരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളോട് കുറേ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനിടെ നിങ്ങൾ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒബ്വിയസ്ലി അവരെന്ത് ചെയ്യില്ല, നിങ്ങളോട് ഫുൾ കാര്യങ്ങൾ പറയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, തീർച്ചയായിട്ടും മുഴുവൻ കാര്യങ്ങൾ പറയില്ല. അപ്പൊ അതിനു വേണ്ടി എന്താ, ഫസ്റ്റ് നമ്മൾ അവിടെ നല്ലൊരു ആക്റ്റീവ് ലിസണർ ആവുക. കാര്യങ്ങളൊക്കെ ഫുൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഈച്ച് നല്ല അവരോട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ട് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കൊടുക്കുന്ന നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റിനെ കംഫർട്ട് ആക്കുക, അവര് പറയുന്ന കാര്യത്തിന് എന്ത് ചെയ്യുക, ഓക്കെ റിപ്ലൈ കൊടുക്കുക, ഓക്കെ ഐ എം ഷുവർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള പറയുക. ആ ഒരു റിലേഷൻഷിപ്പ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളൊരു കംഫർട്ട് സോൺ കൊടുക്കുക. നല്ല രീതിയിൽ അവർ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യുക, അവരുടെ മുഖത്തേക്ക് നോക്കുക, കാര്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിന് വേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന കാര്യമാണ് എന്ത്, ക്ലിയർ ആൻഡ് കൺസിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പോ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയൻസിനോട് ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, ചിലപ്പോൾ കൂടിയിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഭയങ്കര അച്ചടിച്ച ഭാഷയിൽ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര കോംപ്ലക്സീവ് ആയിട്ടുള്ള ഐഡിയാസ്, നമ്മൾ എന്തോ വലിയ ബുദ്ധിജീവിയാണ്, ആ ഒരു രീതിയിൽ സംസാരിക്കാണ്ടിരിക്കും. അപ്പൊ അവർക്ക് എന്താ തോന്നുക, അവരുടെ ഇഷ്യൂ ചെറുതോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ചെറുതായി തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ബുദ്ധിജീവികളെ പോലെ ഇതിലും വലുത് ഞാൻ ഫേസ് ചെയ്ത് എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കും. അപ്പൊ അതൊന്നും ചെയ്യാതെ എന്ത് ചെയ്യുക, ഭയങ്കര സിമ്പിൾ ആയിട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക. അതുപോലെ തന്നെ ഭയങ്കര ജാർഗൺ ആയിട്ടുള്ള ഫീൽ ഒന്നും വരുത്താണ്ടിരിക്കുക. നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയും. അപ്പോ ഇച്ചിരി ഏജ് ആയവര് വരുവാണെങ്കിൽ നമ്മള് അവരുടേതായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കും. ഇപ്പൊ ഒരു കുട്ടി വരികയാണ്, ആ കുട്ടിക്ക് മനസ്സിലാവാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് മറുപടി പറയുന്നത്. ആ രീതിയിലല്ല, അവർക്ക് ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനിങ് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ക്വസ്റ്റ്യനും ഉണ്ട്, ക്ലോസ്ഡ് ക്വസ്റ്റ്യനും ഉണ്ട്. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് കൊണ്ട് അവർക്ക് പറയാനുള്ള മറുപടി ഒരു സെന്റൻസോ അല്ലെങ്കിൽ 2 സെന്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റോറിയോ ആയിരിക്കാം. അതാണ് ഓപ്പൺ ക്വസ്റ്റ്യൻ. എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് അവർ പറയാനുള്ള മറുപടി യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പൊ നമ്മളൊരു ക്ലയന്റിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്തായിരിക്കണം, ഓപ്പൺ ക്വസ്റ്റ്യൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ്, അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ് ഇതെല്ലാം ശരിയായ രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടത് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ആക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുക. ഇപ്പൊ ചിലരൊക്കെ എന്താ പറയാ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്ന നോർമൽ ഒരു വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് മലപ്പുറക്കാര് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട്, ഓരോ തിങ്സിന് യൂസ് ചെയ്യുന്ന വേർഡ് അല്ലെ. ഇപ്പൊ അവര് തൃശ്ശൂര് സംസാരിക്കുമ്പോ അങ്ങനെ ആവണമെന്നില്ല, കാസർഗോഡ് ഒരു ടൈപ്പിലാവില്ല, കണ്ണൂർ അങ്ങനെ ആവില്ല, കോഴിക്കോട് അങ്ങനെ ആവില്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രക്കാര് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മുടെ ക്ലയന്റിന് അത് മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് അവരുടെ നാട്ടിൽ വേറൊരു അർത്ഥമായിട്ടുണ്ടാവുക. അപ്പൊ എന്തായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താവും, അവിടെ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാവില്ല നടക്കുന്നുണ്ടാവുക.
ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്പൺ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് വരേണ്ടത് എന്തായിരിക്കും? ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സും തോട്ട്സും ഒക്കെ ആണ് വരേണ്ടത്. യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് മാക്സിമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഏകദേശം എന്തായി? എംപതറ്റിക്കലായി, നോൺ ജഡ്ജ്മെന്റലൊക്കെ ആക്കി വെച്ചു. ഇനി നമ്മൾ വേണ്ടത് പിന്നെന്തായിരുന്നു? പിന്നെ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇംപ്രൂവ് ചെയ്തത്. നെക്സ്റ്റ് വേണ്ടത് നമ്മളുടെ അസസ്മെന്റ്, ഇന്റർവെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇന്റർവെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടത് നമ്മൾ നല്ലൊരു തറവായിട്ടുള്ള അസസ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന് ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യുക. നമ്മൾ എങ്ങനെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കണം, ആ കേസ് ഹിസ്റ്ററിയിലെ നമ്മൾ പലരും ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ഒരു കേസ് ഹിസ്റ്ററി എടുക്കുന്ന എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഫുള്ള് പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുക. ഓരോന്നിനും ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം വിത്ത് കൺസേണോട് കൂടിയിട്ട് എല്ലാം എടുത്ത് പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം ഇന്റേൺഷിപ്പ് പോവുക, മാക്സിമം കേസ് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. ഇതുപോലെ തന്നെ എങ്ങനെ കേസ് ഹിസ്റ്ററി എടുക്കണ്ടേ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ത്? നമ്മളുടെ ഇന്റർവെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ സൈക്കോളജി കഴിഞ്ഞു, കൗൺസിലിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ വേറെ കോഴ്സുകൾ കഴിഞ്ഞു, MS കഴിഞ്ഞു, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവർക്ക് ഒരു കേസ് ഹിസ്റ്ററിയുടെ കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ കേസ് ഹിസ്റ്ററി, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ, അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാ വരുന്നത്, അത് എങ്ങനെ എഴുതണം, അപ്പൊ നമുക്ക് കഴിയാത്ത കേസ് നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഇവൻ ഞാനാണെപ്പോലും ഇതിനെക്കൊണ്ട് പറ്റാത്ത കേസ്, അല്ലെങ്കിൽ കൂടുതൽ തെറാപ്പീസ് കൊടുക്കണം. ഇപ്പോ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിന് എന്ത് വേണം? ഒക്യുപ്പേഷൻ തെറാപ്പിയും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇമ്പോർട്ടന്റ് ആണ്, സ്പീച്ച് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് കഴിയാത്ത ഇതുണ്ട്, കാരണം മെഡിക്കേഷൻ കൊടുക്കണം, മെഡിസിൻസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളെ കൂടെ പറ്റില്ല തോന്നുന്നു, നമ്മൾ 100% എന്താ ചെയ്യുക? വേറൊരാൾക്ക് റെഫർ ചെയ്യുക. ഇനിയിപ്പോ വേറെ സൈക്കോളജിസ്റ്റിനായിക്കോട്ടെ, നമുക്ക് ആ കേസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഒരു ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഡയഗ്നോസ് ആണെന്ന് നമുക്ക് അറിയുമെങ്കിലും എങ്ങനെ അതിന് തെറാപ്പി കൊടുത്ത് മാറ്റണം എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ 2 സെഷൻ എടുത്തു, നെക്സ്റ്റ് സെഷനോട്ട് കൊണ്ടുപോകുമ്പോൾ ആ സെഷനിൽ ഞാൻ സ്റ്റക്ഡ് ആണ്. ഇനി തെറാപ്പിയിൽ എന്ത് ടെക്നിക്സ് ആണ് ഞാൻ ഉപയോഗിക്കുക, ഏത് രീതിയിലാണ് എനിക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? വേറൊരാൾക്ക് റെഫർ ചെയ്യുക. ഇപ്പൊ ഞാന് കേസ് ഹിസ്റ്ററിയുടെ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ നല്ലൊരു കൗൺസിലർ ആണോ, നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണോ, നിങ്ങൾ നല്ലൊരു തെറാപ്പിസ്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ക്ലയന്റ്, അത് നിങ്ങളുടെ കുട്ടിയോ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളോ ആവട്ടെ, നിങ്ങളെപ്പോലത്തെ ഒരു പേഴ്സണിന്റെ അടുത്തേക്ക് നിങ്ങളുടെ അത്ര നോളജ് ഉള്ള, നിങ്ങളുടെ അത്ര സ്കില്ല് മാത്രമുള്ള ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കേസ് എടുക്കാൻ ഏബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അത്തരത്തിലുള്ള സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? വേറൊരാളോട് ചോദിച്ചറിയുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. സ്കിൽസ് മാക്സിമം ഇംപ്രൂവ് ചെയ്യുക. അതിനുള്ള ഒരു എന്താ പറയാ, അതിനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, പിന്നെന്ന് വേണ്ടത് പറയുന്നത്, നിങ്ങൾ നല്ലൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ സെറ്റപ്പ് ചെയ്തെടുക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഞാനാണെങ്കിൽ ഉപയോഗിക്കുന്നത് ICD-11 ഉണ്ട്, DSM-5 TR ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. സൈക്കോളജിസ്റ്റിൽ നമ്മളൊക്കെ എന്താ പറയാ, ഞങ്ങളൊക്കെ ഇന്റേൺഷിപ്പിൽ പോകുമ്പോൾ നമുക്ക് സാറന്മാരൊക്കെ ICD കാണിച്ചിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ ബൈബിൾ എന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഒരു അസുഖം ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗ്നോസ് എഴുതുമ്പോൾ അതിന്റെ കൂടെ എന്ത് എഴുതണം? ഏതാണ് നമ്മൾ റെഫർ ചെയ്തത്, ഏത് പ്രകാരമാണ് ICD ആണോ DSM ആണോ എന്നുള്ളത് നമ്മൾ
അറിയണം. അപ്പൊ ഇതിന്റെ PDF ബുക്സോ നിങ്ങളായിട്ട് നിർബന്ധമായിട്ടിരിക്കണം. നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഒക്കെ ഇന്ന സിംറ്റംസ് കണ്ടു, ഇതായിരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസ് അല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്ത് കൃത്യമായിട്ട് അത് ചേഞ്ച് ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അത് പറയാവുന്ന രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മളോട് പലരും പറയും ഞാൻ ആദ്യം ഇതാണ് വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായത്, അങ്ങനെയല്ല പ്രശ്നം, ഇതാണ് ഡയഗ്നോസ്. അപ്പൊ നമ്മൾ ഒരു ക്ലയന്റിന്റെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇതാണ് വിചാരിച്ചത് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ മുമ്പിൽ ക്ലയന്റ് അല്ലെങ്കിൽ അസുഖമായിട്ട് പോയിരിക്കുക അല്ലെ, നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് ഇതാണ് അസുഖം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ മെഡിസിൻ തന്നു അല്ലെങ്കിൽ ഒരാൾ തെറാപ്പി തന്നു, അയാളുടെ ടൈമും എമൗണ്ടും എല്ലാം വേസ്റ്റ് ആയി പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മാനുവൽ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഉപയോഗിക്കുക അല്ലെ. ഇപ്പൊ ICD DSM ഒക്കെ എന്താണ് അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാണ് നിൽക്കുന്നത് അത് റെഫർ ചെയ്യുക. കാരണം എന്താണ്, ഓരോ ഡയഗ്നോസിന്റെ ക്രൈറ്റീരിയാസ് ചേഞ്ച് ആവുന്നുണ്ട്, ഓരോ റിസർച്ചിന്റെയും അതിന്റെ ഒക്കെ ഫലമായിട്ട് പുതിയ പുതിയ ഡയഗ്നോസ് വരുന്നുണ്ട്, ചിലത് ഡയഗ്നോസിൽ നിന്ന് മാറുന്നുണ്ട്, പിന്നെ ആ ഒരു പേരുകൾ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മാനുവൽ യൂസ് ചെയ്യുക. അതിന് എന്ത് ചെയ്യണം, നിങ്ങളും കൂടെ അപ് ടു ഡേറ്റ് ആവണം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സുകൾ റെഫർ ചെയ്യുക, ന്യൂസുകൾ വായിക്കുക, ഈ ഒരു ഫീൽഡിനോട്ട് ടച്ച് വെച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് അല്ലെ. എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പീസ് ആയാലും ഇന്റർവെൻഷൻസ് ആയാലും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് പ്രോപ്പർ ഇതാണോ അറിയില്ല, ഇതിന് പ്രത്യേകിച്ച് പ്രൂഫ്, ആ ഒരു രീതിയിലാവരുത്. എല്ലാം എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്, നമ്മളുടെ ഒരു അസസ്മെന്റ് ഇന്റർവെൻഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുള്ള ടിപ്സ് ആണ്. എന്താണ്, നല്ല തറവായിട്ടുള്ള അസസ്മെന്റ് സ്കിൽസ് നമ്മളിൽ ഇംപ്രൂവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മാനുവൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനൊക്കെ പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറയുമായിരുന്നു, ഞാൻ ഇത്ര കേസ് എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത് 150 കേസായിരുന്നു. ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ എനിക്ക് തമിഴ്നാട് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരുന്നു, എനിക്ക് ഇച്ചിരി എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ കേസുകൾ തന്നായിരുന്നു. അപ്പൊ അത് മുതൽ പിന്നെ എനിക്ക് ആ ഒരു 150 തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല, കേസ് ഹിസ്റ്ററി എടുക്കല്, കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്കിൽസ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. കാരണം ആദ്യം ആ ഒരു സ്കില്ലില്ലാതെ പ്രോപ്പർ ആയിട്ട് കേസ് എടുക്കാൻ കഴിയാതെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ ഞാൻ കൊണ്ടുപോയിട്ട് ഓക്കെ ഇന്നതായിരിക്കില്ലേ തെറാപ്പി ഇതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സ്കില്ലാണ് ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കേസ് അറ്റൻഡ് ചെയ്യുക. ഒറ്റയടിക്ക് തന്നെ ഓക്കെ ഇതായിരിക്കും നിങ്ങൾക്ക് ഞാൻ കൗൺസിലിംഗ് തരാന്ന് പറഞ്ഞിട്ട് കുറെ നേരം ഇരുന്ന് ഉപദേശിക്കാതെ ഇരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. പിന്നെ വരുന്നത് ഫോസ്റ്ററിങ് പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ളത് അല്ലെ. ഇതൊക്കെ നമ്മൾ ചെയ്തു, നമ്മളിലും കുറച്ച് എന്ത് ചെയ്യണം, പേഴ്സണൽ ഗ്രോത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളും വെൽബീയിങ് ആയിരിക്കണം, ഇമോഷണലി നമ്മൾ വെൽബീയിങ് ആയിരിക്കണം. നമ്മളുടെ ഒരു സ്കിൽസും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോ ഞങ്ങള് PG പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തായിരുന്നു, സാർ ഇങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രാക്ടീസും തെറാപ്പീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു. കാരണം നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്നു, അവരുടെ കഥ കേട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ സ്റ്റോറി പറയാ, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ തോട്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പുറത്തിരുന്ന് നമ്മളും ഇരുന്ന് കരയുക. അല്ലെങ്കിൽ ക്ലയന്റ് പോയി കഴിഞ്ഞു നമ്മൾ അതിലേ സ്റ്റക്ക്ഡാ, അല്ലെങ്കിൽ അവര് പറയുമ്പോ നമ്മളും കണക്ട് ചെയ്യോ ഇതുപോലൊക്കെയാണല്ലോ എന്റെ ലൈഫിലെ അങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഓക്കെ ആവുക എന്നുള്ളതാ. ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു, സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്.
ഞാനിങ്ങനെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയപ്പോ എനിക്ക് ചെറിയൊരു ഫാമിലി ഇഷ്യൂ വന്നപ്പോ ഞാനും ഈ ഇതിൽ നിന്ന് ബ്രേക്ക് എടുത്തു. മൈൻഡ് ഓക്കെ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും അത്തരത്തിലുള്ളൊരു നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറയുന്നിട്ട് ഞാൻ അപ്പോഴേ എനിക്കും കൂടെ റിയലൈസ് ചെയ്തത്. ഇപ്പൊ ഞാൻ അപ്പോ ആ ഫീൽഡിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ആവുന്നേ ഉള്ളൂ. കാരണം നമുക്കും എന്ത് വേണം, നമുക്കും റെസ്റ്റ് വേണം, നമ്മളുടെ മൈൻഡ് ഓക്കെ ആവണം. നമ്മൾ ഭയങ്കര വീട്ടിൽ നിന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി വീട്ടിൽ ആരോടുള്ള ദേഷ്യത്തിൽ വീട്ടിൽ പോയി ക്ലയന്റിന്റെ അടുത്ത് പോയി ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ എടുക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കണക്ട് ചെയ്യാം, ചിലപ്പോൾ അവിടെ നിന്നുള്ള ഒരു ദേഷ്യത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആണെങ്കിൽ അത് ഈ ക്ലയന്റിന്റെ അടുത്തും കൂടെ എഫക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നമ്മൾ മെന്റലി ഓക്കെ ആവുക, നമ്മളുടെ മൈൻഡ്, ഇമോഷൻസ്, നമ്മളുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള വെൽബീയിങ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനും കൂടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, നമ്മൾ കൗൺസിലർ ആവാം, പക്ഷെ നമുക്കും ഇഷ്യൂസ് വരും അല്ലെ. നമ്മൾ നമ്മുടെ ഇമോഷൻസും മൈൻഡിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് എന്താണ് ഒരു മെന്റൽ ഡിസോർഡർ വരാൻ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ. നമ്മളുടെ ന്യൂറോൺസിന് ഡാമേജ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് ഒരാളെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നമുക്കൊരു അസുഖം വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും നമ്മൾക്ക് ഒരു PTSDക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായി എന്ന് വിചാരിക്കാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്. നമുക്കതിന് ശേഷം PTSD വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ചിലരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നമെന്ന്. ഇപ്പൊ ഞാന് എന്താ പറയാ PGക്ക് വേണ്ടിയിട്ട് എൻട്രൻസിൽ പഠിച്ചപ്പോ ഞങ്ങളെ ഷഹീർ സാറ് പറയുന്നു, പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം, പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല നമ്മളും മനുഷ്യന്മാരാ, നമ്മളുടെ ശരീരത്തിലും എന്തുണ്ട്, ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്, നമ്മൾക്കും ഇമോഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് എടുക്കുക, നിങ്ങളും കൺസൾട്ട് ചെയ്യാൻ റെഡി ആവുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ബ്രേക്ക് എടുത്ത് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ക്ലയന്റിനെ കാണാൻ പോവുക, ആ ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ വായിക്കുക, തിയറീസ് വായിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു ഫീൽഡിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോ ഇന്റെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഫൈസൽ സാർ പറഞ്ഞായിരുന്നു ഞാൻ 2 റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു റിസർച്ചിനോട് എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ബാക്കി റിസർച്ചുകളുടെ വഴിയിൽ ഇങ്ങനെ ഓൺ ദ വേയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മാക്സിമം റിസർച്ചുകൾ വായിക്കുക. കാരണം എന്തായിരിക്കും, നമുക്കിപ്പോ ഓരോ ഡയഗ്നോസിന്റെ കാര്യത്തിലും അതിന്റെ സിംറ്റംസിന്റെ കാര്യത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ കുറെ പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ, അതുപോലെ തന്നെ ജേർണൽസ് ഒക്കെ മാക്സിമം വായിക്കുക. അതുപോലെ തന്നെ തിയറീസ് വായിക്കുക. മസ്റ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ വായിക്കേണ്ട ബുക്കാണ് ഫിഷിന്റെ ബുക്കൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഫീൽഡിൽ. പിന്നെ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് നല്ലൊരു ഗൈഡിനെ സീക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടായിരിക്കണം. ഇപ്പോ എനിക്ക് പറയുവാണെങ്കിൽ ഞാൻ എന്ത് പ്രൊഫഷണൽ ഹെൽപ്പിനാണെങ്കിലും വിളിക്കുന്ന 2-3 സാറന്മാരുണ്ട്. ഇപ്പോ ഡയഗ്നോസിന്റെ കാര്യത്തിനോ തെറാപ്പിസ്റ്റിന്റെ കാര്യമാണെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ വിളിക്കുന്ന സാറന്മാരാണ്. ഒന്നിപ്പോ ഞങ്ങളുടെ ഡയറക്ടർ ആയിട്ടുള്ള ആൾ അക്കര ഫൗണ്ടേഷനിലെ മാനേജറാണ്, ആ സാറ് വിളിക്കും. പിന്നെ ഷൗക്കത്ത് അലി കമാൽ സാറ്, സാറിനെ പിന്നെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ മെന്ററും കൂടിയാണ് സാറ്. എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന, സൈക്കോളജിക്കലുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്ന ഒരാള്. പിന്നെ ഞങ്ങളെ ഇപ്പൊ ഇതുപോലെ എൻട്രൻസിങ്ങിനെ പഠിപ്പിച്ച ഷഹീർ സാറിനോട് ഡൗട്ട് ചോദിക്കും. അങ്ങനെ ഇവര് 3 പേരെയാണ് ഞാൻ മെയിൻ ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുക.
അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ടും നല്ലൊരു ഗൈഡിനെ കണ്ടെത്തുക, അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഈ കാര്യം ഞാൻ ചോദിച്ച മോശമല്ലേ, നമുക്കറിയാത്ത കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ബാക്കിയുള്ളവരോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു കൾച്ചർ, നമ്മളുടെ ആ ഒരു സംസ്കാരം ഒന്നും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ക്ലയൻസിന്റെ നീഡ്, ആ യൂണിക്നെസ് എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലെ. ഞാൻ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അപ്പൊ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം മനസ്സിലാവും, ബാക്കിയുള്ള ചുറ്റുപാടുകളോ അത് ഞാൻ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ മുമ്പിൽ കാണുന്നവരോട് സംസാരിക്കുക, എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ജനങ്ങളെയും അവര് ജീവിക്കുന്ന സാഹചര്യങ്ങളും അവരനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു കൗൺസിലറാണ്, ഞാൻ ഈ ഒരു ഇത് വിട്ട് സംസാരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരായിട്ട് കമ്പനി വിടില്ല, അവരുടെ സംസ്കാരമോ സിറ്റുവേഷനോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതല്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കേണ്ടവരാ. അപ്പൊ എല്ലാവർക്കും ഇറങ്ങിച്ചില്ല, എല്ലാവരുടെ അടുത്തും സംസാരിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം, ഭയങ്കര എമ്പതറ്റിക് ഫീല് എല്ലാരും ഒരുപോലെ കാണുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ചുറ്റുപാടത്തെ കാര്യങ്ങളും കൂടുതൽ ട്രെയിനിങ് നേടുക, ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് കൂടുതൽ ട്രെയിനിങ്സ്, കാര്യങ്ങള്, നോളജ് ഇതെല്ലാം മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്നിടത്തോളം നമ്മൾ എടുക്കുക. കാരണം ഇത് നമ്മുടെ സ്കിൽസ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമ്മളുടെ ഈ ഒരു കൺസൾട്ടിങ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലയന്റ് സിറ്റുവേഷൻ, ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്തൊക്കെ, ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള, ഭയങ്കര ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ഉള്ള ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ആ ഒരു കാര്യം ഡീൽ ചെയ്യാന്നുള്ളത്. ഇപ്പോ ഞാൻ CBTയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിസാവ് സർ പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുമെന്ന് പറഞ്ഞ ആളോട് നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, തൊട്ടടുത്ത കട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊരു ചായ കുടിക്കുമെന്ന് പറഞ്ഞത്. ആ ഒരാളെ അല്ലെ നിങ്ങളിപ്പോ സൂയിസൈഡ് ചെയ്യല്ലേ, അതെന്തിനാ ചെയ്യുന്നത്, സൂയിസൈഡ് ചെയ്യുന്ന തെറ്റല്ലേ, നിങ്ങളുടെ വീട്ടുകാർക്ക് ആരാ ഉള്ളത്, നിങ്ങൾക്ക് ഇത്രയും ജീവിതത്തിൽ സൗകര്യങ്ങൾ കിട്ടി, നിങ്ങൾ സൂയിസൈഡ് ചെയ്യാണോ ചെയ്തത്, അങ്ങനല്ല സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണോ ചെയ്യുന്നത്, അങ്ങനല്ല ആ ഒരു തോട്ട് പോയത്. ഭയങ്കര പ്രോപ്പർ ആയിട്ട് ആ ഒരു കാര്യത്തെ സാറ് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ, അത് ഫോണിലൂടെ വിളിച്ചിട്ടാണ് പറയുന്നത് അയാള്, ഞാൻ മരിക്കാൻ നിൽക്കുകയാണ്, എനിക്ക് ജീവിതം അവസാനിക്കാൻ, ആ ഒരു സിറ്റുവേഷനില് സാറ് ചെയ്ത കാര്യം. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് എന്ത്, ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ക്ലയന്റുമായിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇപ്പോ ഞാൻ ഇതുപോലെ ഒരു കോൺഫറൻസിന് പോയായിരുന്നു. അപ്പോ നമുക്ക് കൂടെ ഉള്ള ഒരു കൗൺസിലർ പറഞ്ഞായിരുന്നു, ആള് MSW ആണ്, ഗവൺമെന്റ് സെക്ടർ റിലേറ്റഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഓൺലൈൻ മറ്റേ ഓൺലൈൻ കോൾ ആണ് ഉള്ളത്. ടെൻഷനോ സൂയിസൈഡ് തോട്ട്സോ ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കാം എന്നുള്ള സംഭവം. അപ്പൊ ഇയാള് പറഞ്ഞായിരുന്നു, ഇതുപോലൊരു ക്ലയന്റ് വിളിച്ചു കഴിഞ്ഞാൽ ഇയാളെ തന്നെ കിട്ടണം, പിന്നെ അത് നേരിട്ട് കാണാൻ വരാൻ തുടങ്ങി. അവരൊരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അറിയുന്നില്ല, ഞാൻ അതിൽ പെട്ടുപോവാണ്, എങ്ങനെ എനിക്കത് പിന്മാറണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മുമ്പിൽ വരുന്ന ക്ലയന്റുമായിട്ട് നമ്മളൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മാത്രമാണ് വെക്കേണ്ടത്. നാളെ അവർ റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഹായ് എന്തുണ്ട് വിശേഷം, സുഖമല്ലേ, ഇങ്ങനെ ആ ഒരു ഇതിക്ക് പോവാതെ ഒരു ഫ്രണ്ട്ഷിപ്പിക്കോ, അല്ലെങ്കിൽ നമ്മൾ അവരെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്വന്തം മകളായിട്ട് ഏറ്റെടുക്കുക, അച്ഛനായിട്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വേറൊരു രീതിയിലല്ലാതെ ആ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മാത്രമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പേഴ്സണൽ ലൈഫിക്ക് അവരെ എൻട്രി ചെയ്യിപ്പിക്കാതെ ഇരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ്,
നമ്മളുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഫ്രണ്ട്സ്, ഇവരുടെ എന്ത് ചെയ്യുക, തെറാപ്പി കൗൺസിലിംഗ് നമ്മളാവാതിരിക്കുക, വേറൊരാൾക്ക് റെഫർ ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. ഇപ്പോ നമുക്കൊരു GAD കേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അഡിക്ഷൻ കേസ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ മുമ്പിലുള്ള ടേബിളിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി വെക്കും. എപ്പോഴാ എടുത്ത് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് എനിക്ക് മോന്തയ്ക്ക് 2-3 വട്ടം അടി കിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാ, പക്ഷെ അതിന് അധികം നടക്കാനൊന്നും വയ്ക്കില്ല, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടിയാ, ഐഡിയ ആണ് അത്. അപ്പൊ വെച്ചാൽ മാക്സിമം നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അത് പ്രതീക്ഷിക്കാതൊക്കെ പൊട്ടിയതാ. വന്ന് ഫസ്റ്റ് അസസ്മെന്റിന് ഇരിക്കുക, നേരെ വെച്ചു. അപ്പൊ അപ്പുറത്ത് നമുക്ക് ടേബിളിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പാ, നമ്മുടെ കാലും അപ്പുറത്തിരിക്കുന്ന ആളും തമ്മിൽ കൂട്ടിമുട്ടില്ല. അതുപോലത്തെ ഒരു ടേബിൾ സെറ്റിങ്സ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ കാലും അവരുടെ കാലും മുട്ടാത്ത രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ടേബിൾ ആയിരിക്കുക. അതുപോലെ നമ്മൾ സേഫ് സോണിൽ ഇരിക്കുക. അപകടമായിട്ടുള്ള എടുത്തെറിയുന്ന അല്ലെങ്കിൽ ഹാർംഫുൾ ആവുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അപ്പൊ ചില കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെൻസിൽ മാറ്റി വെക്കും, പേന മാറ്റി വെക്കും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറ്റി വെക്കും. നിങ്ങളെ സേഫ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളതാണ്, നമുക്കിപ്പോ നമ്മളെ സേഫ് ആക്കി, ഇനിയും കുറച്ച് ഇനി നമ്മളുടെ എന്താ ക്ലയന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് എന്താണ്, ടെലിതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ക്ലയന്റിന്റെ എന്താണ് നമ്മളുടെ അക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക വിത്ത് ക്ലയന്റിന്റെ കൺവീനിയൻസ് വെച്ച്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നിന്ന് പോയ ചില കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഫോണിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പാരന്റ്സോ കൂടെ ഉള്ളവരോ നമുക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ ഒരു അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയുടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ അവരുടെ ലൈഫ് ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്താണ്, ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ പതിയെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ പാരന്റുമായിട്ട് ഡെയിലി നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള ഒരു ചെറിയ കൊച്ച്, ഐ തിങ്ക് അവനൊരു 9 വയസ്സാകുന്നു, അവന്റെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ചും കൂടെ അവൈലബിൾ ആവും, നമുക്ക് ക്ലയൻസ് എന്തായിരിക്കും നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആവും, ഇംപ്രൂവ്മെന്റ്സും കൂടാൻ പറ്റും. കാരണം ക്ലയന്റിന് നമ്മൾ കൊടുത്ത തെറാപ്പീസ് ഓൺലൈനിലായിട്ടാണെങ്കിലും അത് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റൽ റിസോഴ്സസ്, ഓൺലൈൻ അസസ്മെന്റ്, തെറാപ്പി ടൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക നമ്മുടെ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ക്ലയന്റ് വന്നു, ആ ക്ലയന്റിന് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ട്, എന്തുണ്ട്, ഒരുപാട് ഓൺലൈൻ തെറാപ്പി ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ തെറാപ്പി ടൂൾസ് ഒക്കെ മാക്സിമം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചെറിയ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, ഓൺലൈൻ അസസ്മെന്റ് നടത്തുക. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ആയിട്ട് ഇപ്പൊ നമുക്ക് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കിട്ടുന്ന വെബ്സൈറ്റിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, ഓൺലൈൻ അസസ്മെന്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് നിന്ന് നമ്മളുടെ ഫീഡ്ബാക്ക് എടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലേ, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവര് നമ്മളുടെ ഒരു സർവീസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ, അവര് നമ്മളടുത്ത് വന്നൊരു പർപ്പസ് ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസ് ആവും, അല്ലെങ്കിൽ അവർക്ക് ഒരു സെൽഫ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാനായിരിക്കും. അപ്പൊ ആ ഒരു കാര്യത്തില് അവരുടെ നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ എവറി വീക്ക് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കണം, നമ്മുടെ ക്ലിനിക്കിൽ എവറി വീക്ക് ഫീഡ്ബാക്ക് എടുക്കണം. പിന്നെ അതിന്റെ ടോട്ടൽ വീക്ക് എന്ത് ചെയ്യും, എവറി മന്ത് ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
നമ്മളുടെ കൗൺസിലിംഗ് സ്കിൽസ്, തെറാപ്പി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. ഹലോ ഹലോ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കണേ. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് മാം ഏത് നമുക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കേസ് ഹിസ്റ്ററി എടുക്കുമല്ലോ. അതിലെടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ICD DSM നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ബുക്ക് ഏതിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോന്നിലും ഓരോ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ മാക്സിമം രണ്ടിലും നോക്കുക. അത് വെച്ച് ഏത് വേണം എന്നുള്ളത്, ഏത് പ്രകാരമാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. മോസ്റ്റ് ഓഫ് എല്ലാവരും DSM ആണ് നോക്കാറ്, ICD നോക്കുന്നവരുണ്ട്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മൾ അതിനാണ് കേസ് ഹിസ്റ്ററി എടുക്കുന്നത്. ഇപ്പൊ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ നമ്മൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ എഴുതുന്ന കാര്യങ്ങളുണ്ട്. അതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് ഡിസോർഡർക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. ആ കേസ് ഹിസ്റ്ററി എടുക്കൽ പ്രോപ്പർ ആയോ, അത് നിങ്ങൾ പക്കയായോ, ഇന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, സിംറ്റംസ് ഒക്കെ കിട്ടി, നമുക്കൊരു ഒരു ഡിസോർഡേഴ്സിന്റെ പേര് അറിയില്ല. നമ്മൾ ഓരോ ഡിസോർഡേഴ്സും പഠിക്കൽ നിർബന്ധ. ഏതൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ട്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. ഇത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. പല ഡിസോർഡറും എന്താ പറയാ ഇയർ വെച്ചിട്ട് ഡയഗ്നോസ് മാറും. അതിന്റെ ഓൺസെറ്റിന്റെ അനുസരിച്ച്, ഓൺസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് തുടങ്ങി, എപ്പോ മുതലാണ് ആ ഒരു ഇഷ്യൂ കാണാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻസ് ചേഞ്ച് എപ്പോ മുതൽ കാണാൻ തുടങ്ങി എന്നുള്ളതിനാണ് നമ്മൾ ഓൺസെറ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഇടയ്ക്ക് എന്ത് മാറും, ഡയഗ്നോസ് മാറും. അതുപോലെ തന്നെ ഓരോ ഡിസോർഡേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ADHD അല്ലെ. ഫഹദ് ഫാസിൽ വന്ന് പറഞ്ഞതിന് ശേഷം ADHD ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ADHDക്കൊക്കെ എന്തുണ്ട്, അഡൾട്ടിനാണെങ്കിൽ ഇത്ര സിംറ്റംസ് വന്നാലാണ് അത് ADHD എന്ന് പറയുക. 6 മിനിമം 6 സിംറ്റംസ് വേണം, എന്നാലാണ് അത് ADHD എന്ന് പറയുക. ഒരാൾക്ക് ഒറ്റ സിംറ്റംസേ ഉള്ളൂങ്കിൽ അത് ADHD എന്ന് പറയില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഓരോ ഡിസോർഡേഴ്സും. അതിനാണ് DSM ICD റെഫർ ചെയ്യാന്ന് പറയുന്നത്. അതിലെന്തുണ്ട്, ഓരോ അസുഖങ്ങളുടെ പേരും അതിന്റെ ക്രൈറ്റീരിയ ഓൺസെറ്റും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. കോമോബിഡിറ്റി കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ അത് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമോബിഡിറ്റി പല ഡിസോർഡേഴ്സിനും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ADHD വിത്ത് ID ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പല ഡിസോർഡേഴ്സും കോമോബിഡിറ്റി ഉണ്ട്. അതും എന്തുണ്ട്, നമ്മുടെ ICD-യിലും DSM-ലും പറയുന്നുണ്ട്. അപ്പൊ അതിനും നമ്മൾ എന്ത് വേണം, നമുക്ക് അത് പ്രോപ്പറായിട്ട് കേസ് ഹിസ്റ്ററി എടുക്കാനും ഏതാണ് അസുഖം എന്നറിയാനും ഏതൊക്കെ അസുഖങ്ങൾക്ക് കോമോബിഡിറ്റി ഉണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റണം. ഏത് അസുഖത്തിന്റെ കൂടെ ഏതാണ് വരിക എന്നറിയണം. ഇപ്പൊ പലതിനുണ്ടെന്ന് പറഞ്ഞില്ലേ, ചിലതിന്റെ കൂടെ വരില്ല. വരുന്നത് നമുക്ക് എന്തുണ്ട്, നമുക്ക് DSM-ല് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ന അസുഖത്തിന്റെ കൂടെ ആണ് ഇതുണ്ടാവാറ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് ഏത് തെറാപ്പിയാണ് ബെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ 4-5 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്സ് ഏതൊക്കെയാന്ന് നമുക്ക് അറിയണം. അത് ഏത് ടൈപ്പിലാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള ഈ ഒരു കേസ് വരുന്നത്, അതിന്റെ സിവിയോറിറ്റി എത്രയെന്ന് നോക്കണം. ആ സിവിയോറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ തെറാപ്പി പറയുന്നത്. ചിലർക്ക് എന്ത് വേണം, മെഡിസിൻ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ എവിടെ വിടണം, സൈക്കാട്രിക് വിടണം. വിത്ത് കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. നമ്മളെടുത്ത് കൗൺസിലിംഗും തെറാപ്പിയും, അവിടെ സൈക്കാട്രിക് മെഡിസിനും കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്, ഓരോ അസുഖത്തിനും അതിന്റെ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ടൂളുകൾ ഉണ്ട്. നമുക്ക് ഇന്ന സിംറ്റംസ് തോന്നി, ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ഈ DSM-ഓ ICD-യോ യൂസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ തെറാപ്പീസ് ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? മാം ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഡിസോർഡർ? അതന്നെ പറഞ്ഞത്, ഏതാ ഡിസോർഡർ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കണം. കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ ഓരോ കാര്യത്തിനും ഓരോ പോയിന്റ്സ് ഉണ്ട്, നമ്മൾ ചോദിക്കേണ്ട ഓരോ ചോദ്യം. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ നമ്മൾ അവരുടെ ബിഹേവിയർ ആയിട്ടും മൈൽ സ്റ്റോൺ ആയിട്ടും വരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണ് എഴുതുന്നുണ്ട്. ആ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്തറിയണം, ഓക്കെ ഇന്ന ഇഷ്യൂ എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ മൈൽ സ്റ്റോൺ ആണെങ്കിൽ ആ കുട്ടിയുടെ കഴുത്തുറക്കല് ലേറ്റ് ആണോ, നമ്മൾ ചോദിക്കും 3 മാസം കഴിഞ്ഞിട്ടാണോ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ഡിസോർഡർ വരാം. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വേറെ എന്തെങ്കിലും കുട്ടി സംസാരിക്കാതിരിക്കുന്നുണ്ടോ, കുട്ടി ജനിച്ചപ്പോ തന്നെ കരയുന്നില്ലേ, കരയുന്നില്ലെങ്കിൽ കുറെ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ നല്ല രീതിയിൽ കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സിംറ്റംസ് പ്രോപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഓക്കെ അത് ാണ് ലീഡ് ചെയ്യുന്നത്. നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ വരുവാണെങ്കിൽ, ഈ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോ ഞാൻ ലാസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ മനസ്സിലാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേസാണ്. അവിടെ ഇങ്ങോട്ടാണ് വിട്ടത് എൻ്റെ അടുത്തേക്ക്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു, മോളെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ക്ലിനിക്കിലില്ല, ഒരു 8 മണിയാകുള്ളൂ, നിങ്ങൾ വീട്ടിലേക്ക് വന്നു, എനിക്ക് 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പെട്ടെന്ന് വന്നു. ഒരു ആൺകുട്ടിയാണ്. അവൻ എന്ത് ചെയ്യുന്നില്ല, നമ്മളായിട്ട് ഒട്ടും കോപ്പപ്പ് ആയിട്ടല്ല ഫസ്റ്റ് വന്ന സമയത്ത് ഒരു 15 മിനിറ്റ് നിന്നത്. ആള് സൈലന്റ്, പ്രശ്നമില്ല, ഒന്നുമില്ല, അതിനൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പിന്നെ അന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾ, അവന്റെ സ്കൂളത്തെ കാര്യങ്ങൾ, ഫ്രണ്ട്സുകളുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി. പിന്നെ ഞാൻ പറഞ്ഞടാ ഇത് വെച്ച് ഞാൻ തന്നെ വിലയിരുത്തുന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ അഡിക്ഷൻ ആണ് ഇഷ്യൂ. ഞാൻ പറഞ്ഞു നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം, സംസാരിച്ചില്ലേലും കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഉമ്മയും ഉപ്പയും തന്നെ കൊണ്ടുവന്ന് നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഇനിയിപ്പോ നീ സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ അവരോട് ഷെയർ ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പൊ അവന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പൊ എമ്മക്ക് എങ്ങനെയാ വെച്ചാൽ അവരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം വന്നു. അപ്പൊ അവന്റെ അഡിക്ഷന്റെ ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു ക്ലിനിക്കിക്ക്. വന്ന സമയത്താണ് അവന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. തന്നെ കുറച്ച് സമയം ഇച്ചിരി സൈലന്റ് ആയിരുന്നു. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതാ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു നമ്മൾ ഇരിക്കുന്ന രീതി, അവരോട് സംസാരിക്കുന്ന രീതി, പ്ലസന്റ്, അവന്റെ ആ ഒരു ലെവലിലേക്കാണ് ഞാൻ എന്ത് ചെയ്തത്, ഏകദേശം അവന്റെ ഒരു മൈൻഡ് സെറ്റ് ലെവലിൽ നിന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിച്ചെന്ന് സംസാരിച്ചത്. അതേസമയം അവന്റെ ഉമ്മ വന്നപ്പോ, ഇപ്പോ ഞാനൊരു മദറാണ്, ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇതുപോലെ ഒരു സൂയിസൈഡ് കേസ് വന്നായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ കുട്ടി വന്നത്. അപ്പൊ അവള് ഒരു ഫസ്റ്റ് സെഷന് ഒന്നും മിണ്ടില്ല, സെക്കൻഡ് സെഷൻ ഒന്നും മിണ്ടില്ല, മൂന്നാമത്തെ സെഷന് ഇതേപോലെ സംസാരിക്കാം. അപ്പൊ അവളോട് ഞാനിങ്ങനെ ജസ്റ്റ് എഴുതാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. അപ്പൊ പേന കൊടുത്ത് എന്റെ മുമ്പിൽ അവൾക്ക് കൊടുത്ത് എന്റെ പേന പൊട്ടിച്ച് പിന്നെ കുറച്ച് ശേഷം അവളങ്ങോട്ട് കരഞ്ഞ്. പിന്നെയാണ് അവളുടെ കാര്യങ്ങൾ ഫുൾ അവള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ചിലപ്പോ ഒറ്റ സിറ്റിംഗ് കൊണ്ടൊന്നും അവര് ഫുൾ കാര്യങ്ങൾ പറയണം എന്നില്ല. നമ്മൾ അവരുടെ രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ അവര് പതിയെ എന്ത് ചെയ്തോളും, സംസാരിക്കും, കാര്യങ്ങൾ പറയൂ കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റുകളുള്ള ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടെസ്റ്റുകളെ കുറിച്ചിട്ടും DSMൽ പഠിക്കുന്നുണ്ട്. DSMൽ എന്തുണ്ട്, ഓരോ അസുഖത്തിനും ഓരോ ഡിസോർഡേഴ്സിനും ഏതൊക്കെ ടെസ്റ്റുകൾ ഉണ്ട്, ഏതൊക്കെ ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ തെറാപ്പീസ് ആണ് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. ഡിഫറെന്റ് ടെസ്റ്റ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ടെസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ബുക്കിൽ കിട്ടും, അത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക, കണക്ഷൻസ് വെക്കുക. മാക്സിമം നിങ്ങളുടെ അടുത്തുള്ള ടെസ്റ്റ് ടൂൾ അവർക്ക് ഷെയർ ചെയ്യുക, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ വാങ്ങുക. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ടൂൾ കിട്ടും. പേയ്മെന്റ് ചെയ്യണം എന്ന് മാത്രം. അങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ടൂള് വാങ്ങാൻ, ഇനി വല്ല ഫ്രണ്ട്സുകളുടെ അടുത്തുണ്ടെങ്കിലും പലരും പേയ്മെന്റ് ചെയ്തിട്ടാവും വാങ്ങുന്നുണ്ടാവും. അപ്പൊ അവർക്ക്
പറഞ്ഞിട്ട് വാങ്ങും. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് പേയ്മെന്റ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ടൂൾ വാങ്ങുന്നത്. അപ്പൊ ഓരോ ഡിസോർഡറിന്റെ ടെസ്റ്റ് ടൂള് ഏതാന്നറിയാം, അതുകൊണ്ട് വാങ്ങുന്നു. മാം അത് ഏത് സൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ടൂൾസ് കിട്ടുന്നത് സൈക്കോളജിക്കൽ റിലേറ്റഡ്. സൈക്കോമെട്രിക് ടൂൾസ് അടിച്ചാൽ കിട്ടും. അപ്പൊ അതിലുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ നേരിട്ട് പോയാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ നേരെ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കാറാണ് ചിലതൊക്കെ. പിന്നെ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എൻട്രൻസ് പഠിച്ചു കൊടുത്ത ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ കോളേജിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുമല്ലോ ടൂൾസ്. ഇപ്പോ ഇതിൽ സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ടൂൾ കിട്ടും. അപ്പൊ അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പൊ IQ ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, പഠിക്കുമ്പോൾ കിട്ടിയ കുറെ ടൂൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ IQ ടെസ്റ്റിനൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് കൊടുത്തുവിടുക കുറെ ടെസ്റ്റിന്. അപ്പൊ അവരുടെ അടുത്ത് ടൂൾ ഉണ്ട്. കാരണം അവര് ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. അപ്പൊ അവരുടെ അടുത്തായിരിക്കും അതിന് ടൂൾസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടും. As an ethical rules, it said that session should be completed within 45 minutes. But as a client come to keep talking about issues, it's not willing to stop. അപ്പൊ നമ്മൾ മാക്സിമം കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയാ ഓക്കെ മാം നമുക്ക് 45 മിനിറ്റ്സ് ആണ്, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ കേൾക്കുക. പിന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ വീണ്ടും ഇത്തരം കാര്യങ്ങൾ നെക്സ്റ്റ് സെഷന് വെക്കുമ്പോൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാ. ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് വരുമ്പോൾ തന്നെ മുൻകൂട്ടി നമ്മൾ പേയ്മെന്റ് പറയും. 45 മിനിറ്റ്സിന് ഇത്രയാണ് പേയ്മെന്റ്. എക്സ്ട്രാ ടൈം എടുക്കുമ്പോൾ ഇത്രയായിരിക്കും മുൻകൂട്ടി പറയാറുണ്ട്. ഇപ്പോ ഞാനൊക്കെ കൗൺസിലിങ്ങിന് പറഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ടൈം എക്സ്ട്രാ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത കേസ് എടുക്കുക, ഫ്രീ ടൈം ഇട്ടിട്ട്. അപ്പൊ ചിലപ്പോൾ ഇവര് ഈ എക്സ്ട്രാ ടൈം അവരെടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ പേയ്മെന്റ് ആണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ടൈം ആവേണ്ട ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഹലോ. ക്ലയന്റിനോടെ ടൈം മെൻഷൻ ചെയ്യണോന്നാണ് അവർ ചോദിക്കുന്നത്. ടൈം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ മെൻഷൻ ചെയ്യുന്നു. നമുക്കുള്ളത് ഒരു സെഷന് 45 മിനിറ്റ് ആണ്. ഇപ്പൊ ഇനീഷ്യൽ അസസ്മെന്റ് ആണെങ്കിൽ നമ്മൾ 1 അവർ ആണ് ടൈം. പിന്നെ ബാക്കിയുള്ളത് 45 മിനിറ്റ്സ് ആണ്. അത് ഇങ്ങനെയാണ് പേയ്മെന്റ് വരിക. അതിന് എക്സ്ട്രാ ഇങ്ങനെയാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവരെ കേറ്റുന്നുണ്ടാവുക. പിന്നെ അഥവാ എക്സ്ട്രാ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കേട്ടിരിക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഒരു 2 hours ഒന്നും ഇതുവരെ എനിക്ക് നീണ്ടു പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ക്ലയന്റ് വന്നിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അതാണ്. ഇപ്പൊ നമ്മൾ അല്ലാത്ത രീതിയിൽ ഇപ്പോ വേറെ കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ ആൻസർ ഒക്കെ കിട്ടുന്നില്ല. കാരണം അധികം ആ ഒരു തരത്തിലുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നതാണ്. Mention that. Okay. ഹലോ. മാം കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ. വേറെ ഓക്കെ. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റോ കൗൺസിലറോ ആവട്ടെ, നമ്മൾ സ്റ്റഡി ചെയ്ത് സ്കിൽസ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്കിൽസ് എന്തായാലും നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞപ്പോ ഇപ്പൊ ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് എനിക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്ത്, ഇതുവരെ എനിക്കടക്കം 1 hour 1.5 hour അല്ലാതെ അധികം സമയം ക്ലയൻസ് വന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്കും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു ഉപകാരം കിട്ടി. അപ്പോ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഒരുപാട് കേൾക്കുക, നിങ്ങളുടെ സ്കിൽസ് മാക്സിമം ഇംപ്രൂവ് ചെയ്യുക, ഇതിനുള്ള എഫേർട്ട് ഇടുക. ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജെനുവിൻ ആയിട്ട് നല്ലൊരു
നല്ലൊരു കൗൺസിലർ, നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവാനുള്ള ശ്രമം എല്ലാവരും നടത്തുക. അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. എല്ലാവർക്കും അതുപോലെ നല്ലൊരു കൗൺസിലർ, സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫൈസൽ സർ, താങ്ക് യു വിൻബിൾ അക്കാദമി. താങ്ക് യു അഫ്ര മാം, വളരെ സന്തോഷം, വളരെ നന്നായിട്ട് തന്നെ മാം നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് തെറാപ്പി സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. മാം അതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു മെന്റർ ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക, നമുക്ക് നല്ല ഒരു സർക്കിൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പകർത്തി നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുക. വിംബിൾ അക്കാദമിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവാനും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസും അതേപോലെ തന്നെ തെറാപ്പികളും സ്കിൽസും ഒക്കെ അക്വയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ മാമിനൊക്കെ അറിയാം, ഇപ്പൊ ഞാനും മാമും അതേപോലെ തന്നെ നിസാവ് സാറ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് പല തെറാപ്പികളും പല സ്കിൽസുകളൊക്കെ അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാനും നേടിയെടുക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ വിംബിൾ അക്കാദമി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുക, ഓരോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയും നന്നായിട്ട് സ്കിൽഡ് ഉള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ മോട്ടോ. അപ്പൊ ആ രീതിയിൽ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിനെ എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, യൂസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്ത സൈക്കോളജിസ്റ്റ് അഫ്ര മാമിന് സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത സെഷൻ ഉടനെ തന്നെ ഉണ്ടാകും, ഗ്രൂപ്പിലൂടെ അറിയിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.